ഹലോ ആൻഡ് ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ട് ആപ്പ് അത് പ്രൊമോട്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഉപയോഗിച്ച ഒരു സ്ത്രീ, അല്ലെങ്കിൽ അതിൽ ആ ഫ്രണ്ട് ആപ്പിന്റെ ഫീച്ചറുകൾ മനസ്സിലാക്കിയ ഒരു സ്ത്രീ നൽകിയ വീഡിയോയും അതോടൊപ്പം തന്നെ അത് പല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത ആളുകൾ വിമർശിച്ചുകൊണ്ടും നമ്മൾ 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ വീഡിയോ. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ, അതായത് ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് സംസാരിച്ച വീഡിയോയിൽ ഞാൻ ആപ്പ് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇവൻ ആപ്പിൻ്റെ പ്ലേ സ്റ്റോറിൽ പോലും നമ്മളത് പോയി നോക്കിയിട്ടില്ല. അത് നോക്കാതെ തന്നെ ഇവർ ഈ പറയുന്ന ഫീച്ചേഴ്സൊക്കെ വെച്ച് ഏകദേശ ധാരണയിൽ അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. സീരിയസ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ എന്നെ തന്നെ പൊക്കി പറയുന്ന പോലെ ആകും, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ പറയാനുള്ള കാരണം ഞാൻ പിന്നാലെ പറയാം. ഈ ആപ്പ് അതിന്റെ ഫീച്ചേഴ്സിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ വളരെ കൃത്യമായിട്ട് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു. പക്ഷെ ആദ്യത്തെ വീഡിയോ അത്ര വ്യൂസ് ഒന്നും വന്നില്ല. രണ്ടാമത്തെ വീഡിയോ ആണ് കുറച്ചുകൂടി ആൾക്കാർ കണ്ടത്. ആദ്യത്തെ വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്തിടാം. അതിൽ പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ ഈ പുതിയ വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്ന ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളും അച്ചിട്ട പോലെയാണ് വന്നിരിക്കുന്നത്. ഇനി എന്തുകൊണ്ട് ഞാൻ ഈ കാര്യം എടുത്തു പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പ്രൊമോട്ട് ചെയ്ത തനി മലയാളി പറഞ്ഞൊരു കാര്യം ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് മറ്റൊരു രീതിയിലാണ്. എനിക്ക് ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഇതിനകത്ത് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. അതാണ് ഞാൻ പ്രൊമോട്ട് ചെയ്തതെന്നാണ്. ആ വാദം പൊളിയുന്നു എന്ന് പറയാൻ വേണ്ടി ഞാനിത് എടുത്തു പറഞ്ഞത്. കാരണം ഈ ആപ്പ് നോക്കാതെ തന്നെ അതിന്റെ സാഹചര്യങ്ങൾ, അത് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വെച്ച് തന്നെ അതിന്റെ പിന്നിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ ഇതൊക്കെയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാമെങ്കിൽ, കുറെ നാളുകളായി ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന, യൂട്യൂബ് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു വ്യക്തിക്ക് അത് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാണ്. ഞാൻ കൂടുതൽ വളച്ചുകെട്ടലൊന്നും നടത്തുന്നില്ല. ഞാൻ പറഞ്ഞ അപകടങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, വെരിഫിക്കേഷൻ പ്രോസസ്. വോയിസ് വെരിഫിക്കേഷൻ വളരെ സേഫ് ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് മാനിപ്പുലേറ്റ് ചെയ്യാം, ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇതില് ആൺകുട്ടികളുടെ കയ്യിൽ നിന്നും വലിയ തോതിൽ പണം ചെലവാകും. മാത്രമല്ല, ഇതൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ വിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു പെൺ വാണിഭം എന്ന രീതിയിൽ, ഒരു ഓൺലൈൻ പെൺ വാണിഭം, അല്ലെങ്കിൽ ഒരു പോളിഷ്ഡ് പെൺ വാണിഭം എന്ന് പറയുന്ന രീതിയിലുള്ള ആപ്പാണെന്ന്. അതേ രീതിയിലുള്ള കമന്റ് ആണ് ഈ പെൺകുട്ടി ഈ വീഡിയോയിൽ പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ദൂരെ താമസിക്കുന്ന പെൺകുട്ടികൾ പണത്തിന് വേണ്ടി ഇതിന് പിന്നാലെ പോവുകയും അതവരെ അപകടത്തിൽ കൊണ്ട് ചാടിക്കുകയും ചെയ്തിരുന്നു പറഞ്ഞിരുന്നു. അത് വളരെ വ്യക്തമായിട്ട് ഈ പെൺകുട്ടി ഇതിനകത്ത് പറയുന്നു. ബാംഗ്ലൂരിൽ നഴ്സിംഗിനും അതുപോലുള്ള ഹയർ സ്റ്റഡീസിനും പോയിട്ടുള്ള കുട്ടികളൊക്കെ ഈ ആപ്പിൽ നിന്നും പണം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയും അവർ സ്വയം തട്ടിപ്പുകാരാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവർ നിന്ന് തട്ടിപ്പിൽ പെടുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ ഇതിലുണ്ട് എന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ആ കാര്യങ്ങൾ തന്നെയാണ് ഈ പെൺകുട്ടിയും പറയുന്നത്. നമുക്ക് അതിന്റെ ടെസ്റ്റിമോണിയിലൂടെ പോകാം. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, തനിമലയാളി, ആലിസ് ക്രിസ്റ്റി, ജാസ്മിൻ ജാഫർ, അതുപോലെ ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഈ സമൂഹത്തോട് കാണിച്ചിരിക്കുന്നത് ദ്രോഹമാണ്. ഈ സമൂഹത്തിലെ പ്രത്യേകിച്ച് ടീനേജേഴ്സിനോട് നിങ്ങൾ കാണിച്ചിരിക്കുന്ന വലിയ ദ്രോഹമാണ്. ഒരുപക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടികൾ അപകടത്തിൽപ്പെട്ടാൽ ഇപ്പോൾ പറഞ്ഞ എക്സ്ക്യൂസ് ഒന്നും പോരാതെ വരും. നിങ്ങൾ നാളെ നിയമത്തിന് മുന്നിലെത്തിപ്പെടും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതെ, അതുപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബർ, 1 മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, അവർ പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടിട്ടാണ് ഈ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയത്. അപ്പൊ അവരതിൽ പറയുന്നത് അവർ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഞാനും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി, നമുക്ക് ഓൺലൈനായിട്ട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ വെറുതെ ഒരു രസത്തിന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയതാണ്. ഇതാണ് ആദ്യം പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ആ കാര്യം ഇൻട്രൊഡക്ഷനിൽ പറയാൻ വിട്ടുപോയി. ഈ വീഡിയോസ് സ്ഥിരം കാണുന്ന കുട്ടികൾ, ടീനേജേഴ്സ് ആണ്. ഇവർ ഇതുപോലുള്ള ഈ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് കാണുക. മിക്കവാറും ടീനേജേഴ്സ് ആയിരിക്കും. കുറച്ചൊരു ഏജ് കഴിഞ്ഞവരെ അല്ലെങ്കിൽ ഒരു ക്യൂട്ട്നെസ് വാരി വെതിരെ വീഡിയോയ്ക്ക് ഒരുപാട് കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരെ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നു. ഈ ഫ്രണ്ട്സിനെ കിട്ടുന്ന കാര്യം മാത്രമല്ല പറഞ്ഞത്. ചിലരൊക്കെ പറഞ്ഞത് ഇതുവഴി ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചു, കുക്കിംഗ്. ഒരു പെൺകുട്ടിക്ക്, ആലിസ് ക്രിസ്റ്റിയിലെ ആലിസ പറഞ്ഞെന്ന് തോന്നുന്നു, എനിക്കിതിലൂടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ആത്മവിശ്വാസം ഒന്നും ഇല്ലാതെയാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആത്മവിശ്വാസം ഇല്ലാത്ത ആൾക്കാരെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് മറ്റ് ആളുകൾ തയ്യാറാകുമോ? അപ്പൊ അത്തരത്തിലുള്ള പൊളിവചനങ്ങൾ, കള്ളത്തരങ്ങൾ, അതായത് അവർക്ക് ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അവർക്ക് സൗഹൃദങ്ങളുണ്ട്, അവർക്ക് മറ്റു ഓപ്പോസിറ്റ് ജെൻഡറിലേക്കുള്ള ആളുകളും മറ്റു ജെൻഡേഴ്സിലെ ആളുകളോട് സംസാരിക്കാനുള്ള കൃത്യമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട്. പാചകം അറിയാത്തവരൊന്നുമല്ല, അല്ലെങ്കിൽ സൗഹൃദങ്ങൾ ഇല്ലാത്തവരല്ല. തനിമലയാളി ഒരാളെ കാണാൻ പോകുന്നതായിട്ടാണ് അതിന്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് സ്ക്രിപ്റ്റാണ്, സ്ക്രിപ്റ്റ്, അല്ലാതെ അവരുടെ ജീവിതമല്ല. പണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വേല മാത്രമാണിത്.
അതിനപ്പുറത്തേക്ക് ഒരു കമ്മിറ്റ്മെന്റ് അവർക്കില്ല. അന്ന് ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഈ പറഞ്ഞ വോയിസ് റെക്കഗ്നൈസേഷൻ, അത് ഒരുപാട് പേര് പറയുന്നുണ്ട്, വോയിസ് റെക്കഗ്നൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ആപ്പ് സേഫ് ആണ്, ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ടാവില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഷോർട്സിലും അവരുടെ വീഡിയോയിലൊക്കെ പറയുന്നത് അങ്ങനെയാണ്. വോയിസ് റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞ സാധനം ഈ ആപ്പിൽ ഉണ്ട്. പക്ഷെ അത് ആ ആപ്പിന് പെണ്ണാണോ ആണാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പെണ്ണാന്ന് തിരിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ വേണ്ട, അത് ലോഗിൻ ചെയ്യാനും അത് യൂസ് ചെയ്യാനും പൈസേന്റെ ആവശ്യമില്ല. പക്ഷെ ആണാണെങ്കിൽ അവിടെ പേയ്മെന്റ് വേണം. അങ്ങനെയാണ് ഈ ആപ്പ് പോകുന്നത്. വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണിത്. ഇത് ഒരു രീതിയിലും സേഫ്റ്റി വാഗ്ദാനം ചെയ്യുന്നില്ല. വോയിസ് റെക്കഗ്നീഷൻ എന്ന് പറയുന്ന ഒരു കാര്യം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. നമ്മൾക്ക് ഒരുപാട് AI ടൂൾസ് ഉണ്ട് അങ്ങോട്ട് കൊടുക്കുന്ന ശബ്ദത്തെ മാറ്റി ഇങ്ങോട്ട് എടുക്കുന്നതിന് വേണ്ടി. അതിൽ ആണിന്റെ ശബ്ദം പെണ്ണിൻ്റെതാക്കി എടുക്കാം, പെണ്ണിന്റെ ശബ്ദം ആണിൻ്റെതാക്കി എടുക്കാം, പ്രായം കൂടിയുള്ള ശബ്ദം പ്രായം കുറഞ്ഞവരാക്കി എടുക്കാം, പ്രായം കുറഞ്ഞവരുടെ ശബ്ദം പ്രായം കൂടുതലാക്കി എടുക്കാം. ഇതെല്ലാം വെച്ചിട്ട് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു വെരിഫിക്കേഷനും ഇല്ല, ലൊക്കേഷൻ വെരിഫിക്കേഷൻ പോലും ഇല്ല ഇതിനകത്ത്, അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും ഫോട്ടോ റെക്കഗ്നീഷനോ അങ്ങനെയൊന്നുമില്ല. ഒരു ആണ് തന്നെ ഒരു ഫീമെയിൽ പ്രൊഫൈൽ ഉണ്ടാക്കി, ഒരാണ് തന്നെ അയാളുടെ വോയിസ് മാനിപ്പുലേറ്റ് ചെയ്ത് ഫീമെയിൽ വോയിസ് ആക്കി ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പെണ്ണിന്റെ രൂപത്തിൽ ചാറ്റ് ചെയ്താൽ പോലും ഈ കാശിട്ട് ചാറ്റ് ചെയ്യുന്ന മറുവശത്തിരിക്കുന്ന ആൺകുട്ടിയോ ആണുങ്ങളോ മനസ്സിലാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇതിനകത്ത് യാതൊരു സേഫ്റ്റിയും ഈ വോയിസ് റെക്കഗ്നിഷൻ എന്ന് പറയുന്ന സംഭവം വാഗ്ദാനം ചെയ്യുന്നില്ല എന്ന്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അന്ന് യൂസ് ചെയ്തപ്പോൾ കുറെ പേര് സംസാരിക്കുന്നതാ കേട്ടത്, ഗ്രൂപ്പായിട്ട് കുറെ പേര് സംസാരിക്കുന്നത്. എനിക്കെന്തോ അതിലൊന്നും തോന്നിയില്ല. ഞാൻ അതേപോലെ ബാക്ക് അടിച്ച് പോന്നു. അത് ഒരു പെണ്ണിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒരാൾ വരും, അയാൾ സംസാരിക്കും, കുറച്ച് കഴിഞ്ഞാൽ ആൾ പോകും, പിന്നെ അടുത്ത ആൾ വരും, അവർ സംസാരിക്കും. എന്തൊക്കെയോ കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടത് കേട്ടോ. അന്ന് ഞാനത് ബാക്ക് അടിച്ച് പോയി. എനിക്ക് യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാൻ വലിയ കാര്യമാക്കി വിട്ടില്ല. ഇവിടെ വെച്ച് കുട്ടികൾ എസ്കേപ്പായി പോയ പ്രശ്നമില്ല. പക്ഷേ വീണ്ടും പലരും ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീണ്ടും പല പ്രൊമോഷൻസ് കാണുമ്പോൾ ഒരു പക്ഷേ ഇനി എനിക്കത് ഉപയോഗിക്കാൻ അറിയാൻ പറ്റാത്തത് കൊണ്ടാണോ, ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണോ എനിക്കതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി ഒന്നുകൂടി പോകുന്നിടത്താണ് ഈ അപകടം ഉള്ളത്. അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നവരെയും ചില അപകടങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് തുടർന്ന് കേട്ട് നോക്കാം. എന്നിട്ട് ഇതിൽ നമുക്ക് ജോയിൻ ഓഡിയോ കോൾസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഓഡിയോ കോളിൽ ജോയിൻ ചെയ്തു. അപ്പം വേഗം നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വേറൊരാളായിട്ട് നമ്മുടെ കോള് കണക്ട് ആവും. ഈ വരുന്നതൊക്കെ ആണുങ്ങൾ തന്നെയായിരിക്കും. നമുക്ക് പെണ്ണുങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ കിട്ടില്ല. അത് വേറെ എന്തൊക്കെയോ റൂമും കാര്യങ്ങളുണ്ട്, എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല. എന്തായാലും ആദ്യം എനിക്കൊരു കോള് കണക്ട് ആയി. ആ സംസാരിച്ച ആള് എവിടെയാണ് എന്താണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ എന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ എല്ലാ ഡീറ്റെയിൽസും തെറ്റിച്ച് തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇവര് ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ടാവില്ല എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. ഞാൻ തൃശ്ശൂർ ഇരുന്നിട്ട് മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് മലപ്പുറം, അതിന്റെ കൂടുതൽ വേറെ ഒന്നും അവിടെ ഇല്ല. എങ്ങനെ ഇരിക്കുന്നു? ഇത്രയുള്ള കാര്യം. മറുവശത്തിരിക്കുന്ന ആള് ഫേക്ക് വോയിസിലാണ് സംസാരിക്കുന്നത്, ഫേക്ക് ആയിട്ട് അയാൾ വോയിസ് ചാറ്റിന് ഇല്ല, സാധാരണ ചാറ്റിനാ വന്നിരിക്കുന്നത്. അയാൾ ഫീമെയിൽ അല്ലെങ്കിൽ കൂടി അറിയാൻ പോകുന്നില്ല. ഇപ്പൊ മലപ്പുറത്തിരിക്കുന്ന ആള് തൃശ്ശൂരാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ തൃശ്ശൂരിരിക്കുന്ന ആള് മലപ്പുറത്താണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. ലൊക്കേഷൻ വെരിഫിക്കേഷൻ ഇല്ല, ഫേസ് റെക്കഗ്നീഷൻ ഇല്ല, ഒന്നുമില്ല. എന്നിട്ടാണ് ഈ സേഫ് ആണെന്ന് പറഞ്ഞിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ പെട്ടുപോകുന്ന ആൺകുട്ടികളുടെ കയ്യിൽ നിന്ന് പോകുന്ന പണമാണ് നിങ്ങൾ ആലോചിക്കണം. പെണ്ണുങ്ങൾക്ക് വേണ്ടി കാശ് ചെലവാക്കി സംസാരിക്കാൻ പോകുന്നു. പിന്നെ ഈ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പോകുന്നത് പുണ്യപ്രവർത്തിക്കൊന്നും വേണ്ടിയല്ല. ഓക്കെ, കുറച്ച് കാശിലിട്ട് കുറച്ച് പെണ്ണുങ്ങളോട് സംസാരിച്ചേക്കാമെന്ന ഉദ്ദേശത്തോടെ നല്ല പോകുന്നത്. ഇത്തരം ആപ്പുകളുടെ പിന്നിലുള്ള ഉദ്ദേശം സെക്ഷുവൽ അഡ്വാൻസ്മെന്റ് ആണ്. അത് ഇതിനു മുന്നേ ഇതിനു മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞ ലേഡി കൃത്യമായിട്ട് പറയുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ആവശ്യപ്പെട്ടത് സെക്ഷുവൽ ചാറ്റിന് വേണ്ടിയാണ്. അപ്പോ ഇതൊക്കെയാണ് ഇതിന് പിന്നിൽ വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പാഴൂർ പഠിപ്പുര വരെ നമ്മൾ പോകേണ്ട കാര്യമില്ല. സാധാരണ കോമൺ സെൻസ് തനിമലയാളി ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞല്ലോ, എനിക്ക് കോമൺ സെൻസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ജഡ്ജ്മെന്റ്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ, പല കാര്യങ്ങളും തീരുമാനം എടുക്കാനുള്ള കഴിവ്, ആ ലോജിക്ക് മാത്രം മതി ഇതുപോലുള്ള അപകടങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഇത് അപകടം മനസ്സിലാക്കാതെ ചെയ്തതാണ്. എനിക്ക് സത്യത്തിൽ അവരെ ഞാൻ അഭിനന്ദിച്ചു തെറ്റ് തിരുത്തിയതിൽ. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, ഇവരിത് അപകടം മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായില്ല എന്നുള്ളത്. പിന്നീട് വിവാദം വന്നപ്പോഴാണ് ഈ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തത്. അത്ര വലിയ കമ്മിറ്റ്മെന്റ് ആയിട്ട് ഇപ്പം എനിക്കത് തോന്നുന്നില്ല. അന്ന് നമ്മൾ ഇതിന്റെ സാധ്യതകളാണ് സംസാരിച്ചെങ്കിൽ ഇന്ന് ആ സാധ്യതകൾ റിയൽ ആയിട്ട് വന്നിരിക്കുന്നു. ആ സാധ്യത മനസ്സിലാക്കാതെ പണത്തിന് വേണ്ടി പ്രൊമോട്ട് ചെയ്തവർ കാണിച്ചത് മഹാപോക്രിത്തരമാണെന്ന് മാത്രമല്ല, ഇതിലും ഭേദമൊക്കെ നിങ്ങൾ വല്ല കട്ടാമ്പരടുത്ത് കക്കാൻ പോകുന്നത് നല്ലത്. പണത്തിന് വേണ്ടി എന്ത് പരമ നാറിത്തരവും ചെയ്യുമെന്ന് പറയുമ്പോൾ അതാണ് ഭേദം.
ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ കാര്യം ചോദിച്ചു, എന്താണ് എത്ര നാളായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു 2-2.5 മാസത്തോളമായി ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആള് 2 തവണ റീചാർജ് ചെയ്തു എന്നാണ്. അപ്പൊ ഈ റീചാർജ് ചെയ്യാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ 600-650 രൂപയോളമാണെന്ന് തോന്നുന്നു ഒരു വട്ടം റീചാർജ് ചെയ്യാൻ വരുന്നത്. അങ്ങനെ ആള് 2 തവണ കൂടുതൽ റീചാർജ് ചെയ്തിട്ടുണ്ട്. ഒരു തവണ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 4 മണിക്കൂർ സംസാരിക്കാനുള്ള ഓപ്ഷനാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളിങ്ങനെ ഒരു റോസ് വരും, ഒരു ഗോൾഡൻ കളർ റോസ്. അതായത് നമ്മൾ ഈ STD കോൺസ് ഒക്കെ ഇല്ലേ, നമ്മൾ ബൂത്തിലൊക്കെ പോയിട്ട് കോൾ ചെയ്യുന്ന സമയത്ത് ഇത്ര നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് കോയിൻ ഇട്ട് കൊടുക്കുന്നൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ അവരവിടുന്ന് കോയിൻ ഇടുന്ന അല്ലെങ്കിൽ ഈ ഒരു ഗോൾഡൻ കളർ റോസ് ഇടുന്നതിനനുസരിച്ച് എങ്ങാണ്ടാണ് സംസാരിക്കാനുള്ള ടൈം കിട്ടുന്നത്. ഈ ടൈമാണ് കൺവേർട്ടഡ് അല്ലെങ്കിൽ ഈ കോയിൻസ് അല്ലെങ്കിൽ ഗിഫ്റ്റ് അല്ലെങ്കിൽ റോസ് എന്ന് പറയുന്ന സംഭവം കൺവേർട്ടഡ് ആയിട്ടാണ് ഗിഫ്റ്റ് എന്ന രീതിയിൽ കിട്ടുന്നതെന്ന് ഈ പറയുന്ന പ്രൊമോട്ടേഴ്സ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കരുതിയത് 100 രൂപ 200 രൂപയാണെന്ന് 600 രൂപയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചു പോയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ടീനേജേഴ്സ് ആയിട്ടുള്ള പിള്ളേർ ഇങ്ങനെയുള്ള ആപ്പുകൾ കണ്ട്, ആൺകുട്ടികളാരും ഞാൻ പറയുന്നത്, പെൺകുട്ടികളാരുമല്ല, അവർ കാണുന്നു കൊള്ളാമല്ലോ ഒരു ഷോർട്ട് കട്ടിൽ ഡേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം. ഡേറ്റ് ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ ഏജിൻ്റെ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവരെന്നിട്ട് എന്താ ചെയ്യുക, ഇതിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളേക്ക് അവർക്ക് പണം ഇവിടെ നിന്ന് കിട്ടുമെന്ന്. പിള്ളേരുടെ കാര്യം നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞു. അതേപോലെ മറ്റൊരു ഇൻസിഡൻ്റ് ഉണ്ട്. ഏകദേശം 14,000 രൂപയാണ് ഒരു ഓൺലൈൻ ഗെയിം കളിച്ചിട്ട് ഈ വീട്ടുകാരുടെ അക്കൗണ്ടിൽ നിന്ന് പോയത്. കുട്ടി മൊബൈൽ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുക. പേയ്മെൻറ്റ് നടത്താൻ പറയും, പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻസ് വരും, ഓപ്ഷൻസ് അപ്രൂവ് ചെയ്ത് കൊടുക്കും. കുട്ടികൾക്ക് ഇവരെ പാസ്വേഡും പിൻ നമ്പറൊക്കെ അറിയാവുന്നതുകൊണ്ട് ആ പിൻ നമ്പർ അടിച്ചു കൊടുക്കും, പേയ്മെൻറ്റ് പോകും, പൈസ പോകും. അപ്പോൾ ഇതൊക്കെ ഒന്നും തള്ളിക്കളയാൻ പറ്റുന്ന സാധ്യതയല്ല. ഇനി ഈ പൈസ കിട്ടാതെ വരുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? അതിന് വേറെ ഏതെങ്കിലുമൊക്കെ വഴിയുണ്ടോ എന്ന് നോക്കും. അപ്പോഴാണ് പലരും മറ്റ് തെറ്റായ വഴികളിലൂടെ പോകുന്നത്, അല്ലെങ്കിൽ ഡ്രഗ് ട്രാഫിക്കിംഗ് അടക്കമുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. ഇത്തരത്തിൽ പണം കിട്ടാതെ വരുമ്പോൾ പണം കിട്ടാനുള്ള ഷോർട്ട് കട്ടുകൾ അന്വേഷിച്ച് പോകുന്നത്. അതും കിട്ടാതെ വരുമ്പോഴോ പിന്നെ ഒരു ക്രിമിനൽസായി മാറുകയാണ്. ഇത്രയും വലിയ അപകടത്തിലേക്ക് വലിച്ചിടുന്നവരാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. ഇവരൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നല്ല പറയേണ്ടത്, ഇവരൊക്കെ സാമൂഹ്യ വിരുദ്ധരാണ്, സാമൂഹ്യ ദ്രോഹികളാണ് ഇവരൊക്കെ. അപ്പൊ അവർക്ക് വേണ്ടത് സെക്സിനെ കുറിച്ചുള്ള സംസാരങ്ങളും ചാറ്റുകളും തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവർ വരുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിനെ ഉണ്ടാക്കലല്ല അവിടെ നടക്കുന്നത്. സത്യത്തിൽ അതിന് താല്പര്യമുള്ള പെൺകുട്ടികൾക്ക് അതിന് നിന്ന് കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഓൺലൈൻ വേശ്യാലയം എന്നൊക്കെ പറയുന്നത്. സത്യമാണ്. അങ്ങനെ തന്നെയാണ് ഈ ഒരു ആപ്പിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഞാൻ ഉപയോഗിച്ചൊരു ടേമാണ് പോളിഷ്ഡ് പെൺവാണിഭം. അതാണ് ഈ പെൺകുട്ടി പറയുന്നു, ഓൺലൈൻ വേശ്യാലയമാണ്. അല്ലാതെ ആരും പുണ്യം കിട്ടാൻ വേണ്ടി എന്നാൽ കുറച്ച് ഞാൻ സംസാരിച്ച് എൻ്റെ കുറച്ച് പൈസ അപ്പുറത്തിരിക്കുന്ന പെൺകുട്ടിക്ക് പോട്ടെ എന്ന് പറഞ്ഞ് പുണ്യം കിട്ടാൻ വേണ്ടി ആരും വന്നിരുന്ന് സംസാരിക്കാൻ പോകുന്നില്ല. അങ്ങനെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചാരിറ്റിയുള്ള കാര്യങ്ങൾ ചെയ്തു പോകും. അല്ലാതെ ഇവിടെ വന്ന് ഒരു ഡേറ്റിംഗ് ആപ്പ് എടുത്ത് അതിൽ അക്കൗണ്ട് എടുത്ത് അതിൽ അങ്ങോട്ട് പൈസ ഇട്ട് കുറച്ച് കമ്മീഷൻ ആപ്പ് പ്രൊഡ്യൂസ് ചെയ്തവർക്ക് കൊടുത്ത് കുറച്ച് പെൺകുട്ടികളെ സഹായിക്കാമെന്ന് വിചാരിച്ച് വരുന്നവരല്ല ഈ ആപ്പിലുള്ളവർ. അവരുടെ ഉദ്ദേശം സെക്ഷൽ അഡ്വാൻസ്മെന്റ് തന്നെയാണ്. അല്ലാതെ സൗഹൃദം ഉണ്ടാക്കലും കുക്കിംഗ് പഠിപ്പിക്കലും ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിക്കലും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കലും ഭക്ഷണം കഴിക്കുമ്പോൾ കമ്പനി കൊടുക്കാൻ ഇരിക്കലും ഒന്നുമല്ല. ഇതെല്ലാം കഴിഞ്ഞ് ജാസ്മിൻ പറഞ്ഞാല് അവര് സമാധാനത്തിൽ പോയി കിടന്നുറങ്ങും. സമാധാനം നഷ്ടപ്പെടാൻ പോകുന്നത് ഇതിൽ പെട്ടുപോകുന്ന കുട്ടികൾക്കാണ്. അതായത് ഒരാളുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞിട്ട് കമ്പനി ആയി നല്ല അടുപ്പായി എന്ന് വിചാരിക്കുക, വീണ്ടും ആ ആളുടെ അടുത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. കട്ടായി പോയി കഴിഞ്ഞാൽ കട്ടായി പോയി എന്നാണ്. ഫോളോ ചെയ്യാൻ പറ്റും, ഫോളോ റിക്വസ്റ്റ് അയക്കാൻ പറ്റും, പിന്നീട് സംസാരിക്കണോ വേണ്ടയോ എന്നുള്ളത് ആ പെൺകുട്ടിയാണ് തീരുമാനിക്കുന്നത് എന്ന് കൂടി പറഞ്ഞു. അത് ഈ ആണുങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ റീചാർജ് ചെയ്തിട്ട് കോളിന് വേണ്ടി നിന്നു കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഏത് കോൾ കണക്ട് ചെയ്യണം, ആരെ വിളിക്കണം എന്നുള്ളത് ആണുങ്ങൾക്ക് അതിൽ തീരുമാനിക്കാൻ പറ്റില്ല എന്നാണ് ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ആൺകുട്ടികൾ പെടാൻ പോകുന്നത്. ഇതിലൊരു അഡിക്ഷൻ വരുവേ. ഇപ്പൊ കുറെ പെൺകുട്ടികൾ ഇങ്ങനെ സംസാരിക്കാൻ തന്നെ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ ഇല്ലാത്തവര് മാലാഖമാരൊന്നുമല്ല എല്ലാവരും. ഒരു വശത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരും മറുവശത്ത് ഈ ആഗ്രഹങ്ങളെ ചൂഷണം ചെയ്യുന്നവരും ഉണ്ട്. അവരൊക്കെ ചിലപ്പോൾ പ്രായമുള്ളവരായിരിക്കും. അവര് കൊള്ളാമല്ലോ, ഇങ്ങനെ ഒരുത്തം കൊണ്ടുവന്ന് എനിക്ക് പൈസ ഇരിക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ അവിടെ നിന്നെടുക്കും. ആൺകുട്ടികള് പണം ഇട്ടുകൊണ്ടേയിരിക്കും. പണമില്ലാതെ വരുമ്പോ സാമൂഹ്യ വിരുദ്ധരായി തീരും. പാരന്റ്സിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റുമോ, ഫ്രണ്ട് ആപ്പിൽ എനിക്ക് ഡേറ്റ് ചെയ്യാൻ വേണ്ടി പൈസ തന്ന്? ഏതെങ്കിലും പാരന്റ്സ് സമ്മതിക്കോ? അപ്പോ ഷോർട്ട് കട്ടുകളിലേക്ക് പോയി ചതിക്കുഴിയിൽ പോയി വീഴും. ഈ ചതിക്കുഴികളിൽ നിന്ന് കുഴി കുത്തിക്കൊടുക്കുകയാണ് ഈ ആപ്പ് പ്രൊമോട്ടേഴ്സ് ചെയ്യുന്നത്. എന്നിട്ട് വലിയ വർത്താനം, വലിയ വായില്. നിങ്ങൾക്കൊക്കെ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം കിട്ടുന്നതിന് വേണ്ടി അറിവില്ലാ പൈതങ്ങളെ അല്ലെങ്കിൽ കുട്ടികളെ, ടീനേജേഴ്സിനെ അല്ലെങ്കിൽ ഈ വിഷയങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തവരെ ചതിക്കുഴിയിൽ കൊണ്ട് ഇട്ടു കൊടുക്കുക. ഇതിൽ ഞാൻ സംസാരിച്ച ഏറ്റവും അപകടമുള്ള ഒരു കാര്യമുണ്ട്. റിമോട്ടിലി താമസിക്കുന്ന പെൺകുട്ടികൾക്ക് സംഭവിക്കാൻ പോകുന്ന അപകടം.
അതിനെക്കുറിച്ച് ഈ പെൺകുട്ടി പറയുന്നുണ്ട്. ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന നഴ്സിംഗിനും മറ്റു കോഴ്സുകൾക്കും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളാണ് വന്നിട്ടുള്ളത്. അവര് ഈ ഒരു കോള് കഴിഞ്ഞ സമയത്ത് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കാൻ അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇവര് ടെലഗ്രാം നമ്പറോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറോ ഇട്ട് തരും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആളെ വിളിച്ചിട്ട് ചോദിക്കുന്നു. പലപ്പോഴും ആളെ പലരും വിളിച്ച് ചോദിച്ച് പൈസ ചോദിക്കുന്നു. അതായത് വീട്ടിൽ നിന്ന് ഫീസ് അടയ്ക്കാൻ വേണ്ടി 1500 രൂപ അയച്ചു തന്നു. അതിൽ 1000 രൂപ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു. പിന്നെ ഒരു 500 രൂപയ്ക്ക് 500 രൂപേന്റെ ഷോർട്ടേജ് ഉണ്ട്, ചേട്ടനൊന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കും. അതുപോലെ ഹോസ്പിറ്റൽ കേസാണ്, അത്യാവശ്യമാണ്, ഒരു 500 രൂപ അയച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും വിളിക്കാറുണ്ട്, പലരും പൈസ ചോദിക്കാറുണ്ടെന്ന് പറയും. ഇത് മറ്റേ വശം, അതായത് പൈസ തരാൻ സാധ്യതയുള്ളവന് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവനെ ചൂഷണം ചെയ്യുന്ന ഒരു വശം. ഞാൻ പറഞ്ഞില്ലേ, റിമോട്ട്ലി താമസിക്കുന്നവർക്ക് അവരുടേതായ ആവശ്യങ്ങളുണ്ടാകും, അല്ലെങ്കിൽ അവരുടേതായിട്ട് ഫ്രണ്ട്സിലൂടെ പുറത്തു പോകാനായിട്ട്, പാർട്ടി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഡിന്നർ ഔട്ടിന് പോട്ടെ. ഈ പറയുന്ന ഈ പ്രൊമോട്ടേഴ്സ്, ഈ ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ചില പ്രോഡക്ട്സ് ഉണ്ടെന്നേ, ലൈഫ് സ്റ്റൈൽ പ്രോഡക്ട്സ്, പൊള്ളുന്ന വിലയാണ്. അത്തരം സാധനങ്ങൾ മേടിക്കാനായിട്ട് പണമില്ലാതാകുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ആൾക്കാരെ പറ്റിച്ച് പണം ഉണ്ടാക്കാൻ നോക്കും. നല്ല രീതിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, നിങ്ങളുടെ മക്കളൊക്കെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നതിൽ, അല്ലെങ്കിൽ നമ്മളെ സഹോദരന്മാര്, ബന്ധുജനങ്ങൾ, കൂട്ടുകാരൊക്കെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നതിൽ നമ്മൾക്ക് സന്തോഷമാണുള്ളത്. അപ്പോൾ ആ കുഴിയിലേക്ക് അവരെ തള്ളിടുന്നു. മറുവശത്ത് എന്താ സംഭവിക്കുക? മറുവശത്താണ് പൈസ തരാം, നിങ്ങൾ ഇന്ന സ്ഥലത്ത് വരൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന കാര്യത്തിന് തയ്യാറാകൂ, പൈസ തരാം. ഒരു വഴിയുമില്ലാത്ത അല്ലെങ്കിൽ പണം വേണ്ടുന്നൊരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടെന്നേ. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് വന്നു കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും പണം കിട്ടിയാതെ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തലയൂരിപ്പുറേണ്ട ചില സാഹചര്യങ്ങൾ വരും നമുക്ക്. ചിലതിൽ നമ്മൾ അറിയാതെ പെട്ടുപോയി അവിടെ ഒരു ഫിനാൻഷ്യൽ സെറ്റിൽമെന്റ് നടത്തേണ്ടി വരും. ഇപ്പോൾ പോട്ടെ, ഒരു ചെറിയ കാര്യം എടുക്കാം. നമ്മളുടെ വണ്ടി ഒരു കാറുമായിട്ട് ഇടിച്ച്, അത്യാവശ്യം വില കൂടിയ ഒരു കാറുമായിട്ട് കൂട്ടിമുട്ടി. അയാൾ പണം ആവശ്യപ്പെട്ടു, നമ്മൾക്ക് കയ്യിൽ അത്രയും പൈസയില്ല, വീട്ടുകാരോട് വിളിച്ചു ചോദിച്ചാൽ കിട്ടാൻ സാധ്യതയില്ല. ഈ ഫ്രണ്ട് ആപ്പ് ഉപയോഗിക്കുന്നവർ, അതിൽ പരിചയമുള്ളവർ ഇത്തരം വഴികൾ ഉപയോഗിക്കാൻ. ഇതിനകത്ത് നേരത്തെ പറഞ്ഞു, ഈ ചാറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ കിട്ടില്ലാന്ന്. ഫോളോ ചെയ്ത് കഴിഞ്ഞ് ഇവരെ മെസ്സേജ് അയക്കാനും, ഇവരെ വാട്സപ്പ് നമ്പർ വാങ്ങാനും, കോൺടാക്ട് നമ്പറൊക്കെ തപ്പിപ്പിടിക്കാനും, അല്ലെങ്കിൽ ചോദിച്ചും ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ കോൺടാക്റ്റ് ഉള്ള ഒരാളെ വിളിച്ച് ചോദിക്കുന്നു, അയാൾ പകരം ചോദിക്കുന്നത് ഒരു സെക്ഷുവൽ ആയിട്ടുള്ള സഹകരണമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ചെയ്യാനുള്ള ഒരു ഓഫറാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഈ മക്കൾ പെട്ടുപോയി, അതിൽ ഈ ആളുകൾ പെട്ടുപോയി കഴിഞ്ഞാൽ, അതിൽ ഈ യൂസേഴ്സ് പെട്ടുപോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർക്ക് ഉത്തരവാദിത്തം പറയും. ഇവരൊക്കെ ഉത്തരവാദിത്തം പറയണം, ഇവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കണം. അല്ലാതെ വെറുതെ കൈയും കഴി പോകാനായിട്ട് ആരും അനുവദിക്കരുത്. ഒരു സമൂഹത്തെ തുലക്കാൻ സാധ്യതയുള്ള ആപ്പിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെതിരെ തീർച്ചയായും നടപടിയുണ്ട്. അതിനൊരു അപകടം ഉണ്ടാകുന്നവരെ നമ്മൾ കാത്തിരിക്കാൻ പാടില്ല. ഇനി ഇതുപോലെ ആരൊക്കെ എന്തൊക്കെ വെളിപ്പെടുത്തലായിട്ട് വരുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നവരെ കാത്തിരിക്കുന്നതിനൊക്കെ നല്ലത് ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കാവുന്ന രീതിയിൽ നിയമ സംവിധാനങ്ങൾ ഉണ്ടാവണം. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.